നല്ല മധുരമുണ്ട്. ജർമ്മനിയിൽ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ സ്ട്രോബെറി സീസണാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് സെൽഫായിട്ട് സ്ട്രോബെറി പിക്ക് ചെയ്യുന്ന ഫാമിൽ പോവുകയാണ്. ഈ ബാസ്ക്കറ്റ് ഞാൻ അവിടുത്തെ കൗണ്ടറിൽ നിന്ന് 50 സെൻറ്റിന് വാങ്ങിച്ചതാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നും ബാസ്ക്കറ്റ് കൊണ്ടുവരാം. എന്നിട്ട് എത്ര സ്ട്രോബെറി വേണമെങ്കിലും നമുക്ക് പറിക്കാം. ലാസ്റ്റ് നമ്മൾ എത്ര സ്ട്രോബെറീസ് പിക്ക് ചെയ്തോ അത് വേ ചെയ്ത് നോക്കും. 1 കിലോയ്ക്ക് 8 യൂറോ എന്ന കണക്കിനാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. കംപ്ലീറ്റ്ലി ഫ്രീ ആണ് എൻട്രി. സ്ട്രോബെറീസ് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഫാമിൽ നിന്ന് പിക്ക് ചെയ്യണം എന്നുള്ളത് എൻ്റെ വൺ ഓഫ് ദി ഡ്രീം ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല റെഡ് സ്ട്രോബെറീസ് നോക്കി തന്നെ പിക്ക് ചെയ്യുക, അല്ലാത്തതിന് നല്ല പുളിയായിരിക്കും. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ് കേട്ടോ, നല്ല വെറൈറ്റി ഷേപ്പിലുള്ള സ്ട്രോബെറീസ് വരെ അവിടെ ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ സ്ട്രോബെറീസ് കഴിക്കുകയും ചെയ്യാം. നമ്മൾ ബാസ്ക്കറ്റിലെടുത്ത സ്ട്രോബെറീസിന് മാത്രമേ ഉള്ളൂ അവിടെ പൈസ പേ ചെയ്യേണ്ടത്. അയ്യോ, ഒരു കുഞ്ഞത്. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സ്ട്രോബെറീസ് ഞങ്ങൾ അവിടെ കണ്ടു കേട്ടോ. ഞങ്ങളുടെ ഡ്രീം ആ ബാസ്ക്കറ്റ് ഫുള്ള് സ്ട്രോബെറീസ് പറിക്കണം എന്നായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അന്ന് അവിടെ കാർഡ് പേയ്മെൻറ്റ് ഇല്ലായിരുന്നു. നമ്മുടെ കയ്യിലാണെങ്കിൽ ലിക്വിഡും കുറവായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിലുള്ള ലിക്വിഡ് വെച്ചിട്ട് ഞങ്ങൾ ഇത്രയും സ്ട്രോബെറീസാണ് പിക്ക് ചെയ്തത് കേട്ടോ. ഇനി വരാൻ ഉദ്ദേശിക്കുന്നവർ ലിക്വിഡ് കൈ കരുതാൻ മറക്കണ്ട. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ക്യാപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഫാമിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഒരു സ്ട്രോബെറി തീംഡ് വില്ലേജ് ഉണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.